അമ്മ രാവിലെ ടോയ്ലറ്റിലേക്ക് വന്നതാണ്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരലും ആന മിറ്റത്തെത്തലും ഒരുമിച്ചായിരുന്നു. മിറ്റത്തുനിന്ന് തോണ്ടിയതാ കുത്തിയെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു. അമ്മ ചെന്ന് വീണത് അവിടെ. എടുക്കുമ്പോ തന്നെ അമ്മയുടെ കാലെല്ലാം ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. ചവിട്ട് കൊണ്ടതായിരിക്കാം. പുറത്ത് ആന കുത്തി എറിഞ്ഞത് മുറിവുണ്ട്. 3 വാരിയല് പൊട്ടിയിട്ടുണ്ട്. ലങ്സിൽ എയർ കയറിയിട്ടുണ്ട്. അതൊക്കെ വലിച്ചെടുക്കണം. രാവിലെ 6:30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബസ്സിന് കയറുന്നവര്, പാൽ കൊടുക്കാൻ പോകുന്നവര്, കടയിലേക്ക് പോകുന്നവര്, പണിക്ക് പോകുന്നവര്, ഇങ്ങനെ എല്ലാവരും ഈ സമയത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ മുറ്റത്ത് അവിടുന്ന് സംഭവിക്കുന്ന പഴയ വഴിക്കുന്ന റോഡിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഞങ്ങൾ ഈ മൂടക്കൊല്ലി മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശവാസികള് വന്യമൃഗങ്ങളെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത്. അത് സ്ഥിരമായിട്ട് ഇവിടുന്ന് അല്ലെങ്കിൽ പിന്നെ ഓർക്കടവ് ചെല്ലും, അല്ലെങ്കിൽ ചേനക്കൊല്ലി ചെല്ലും. ഫോറസ്റ്റുകാർക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫോറസ്റ്റിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതെ അതെ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള വാഗേരി മൂടക്കൊല്ലി കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. മൂടക്കൊല്ലി പ്രദേശമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മൾ 2 ആഴ്ച മുന്നേ ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ഒരു കാട്ടാന നിരന്തരമായിട്ടൊരു വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒരു CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിരുന്നു. ആ ഒരു വിഷ്വലിലായിട്ട് നമ്മൾ കണ്ടാൽ ഒരു 1.5 കൊമ്പുള്ള ഒരു ആന ആ ഒരു വീഡിയോയുടെ ആ ഒരു CCTVയുടെ മുമ്പിലൂടെ അല്ലെങ്കിൽ ആ വീടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നതും തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുന്നതും ചിഹ്നം വിളിക്കുന്നതും ഒക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. നല്ല സ്പീഡ് പോയി ആദ്യം ഒരേ ആന തന്നെ വരുന്നത്. ആ 1.5 കൊമ്പനാ വരുന്നത്. ഇതിലിപ്പോ 3 ദിവസം അടുപ്പിച്ച് വന്നു ആ 1.5 കൊമ്പനാ വന്നേക്കുന്നത്. അപ്പൊ അതിനെ തുരത്താൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ ഒരാളപായം എന്തായാലും അതുകൊണ്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വിഷ്വലിലുള്ള ആന. അതിനെക്കുറിച്ച് നമ്മൾ അന്നത്തെ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു പ്രദേശത്തൊക്കെ ആന നിരന്തരം ആന ഇറങ്ങുന്നുണ്ടായിരുന്നു. ഏതായാലും അന്ന് ആ വീഡിയോയിലൂടെ ആ സംസാരിച്ച ആളുകളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. അതായത് അധികം താമസിക്കാതെ തന്നെ ഈ ആന മനുഷ്യനെ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ഇതുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. ഏതായാലും ഇന്ന് രാവിലെ, അതായത് ഇന്ന് ഞായറാഴ്ച രാവിലെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ കൂടല്ലൂർ പ്രദേശത്തുള്ള തങ്കമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ ആ ഒരു കാട്ടാന ആക്രമിച്ചിരിക്കുകയാണ്. ചേച്ചി രാവിലെ ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് പാഞ്ഞു വന്ന കാട്ടാന അവരെ കുത്തി എറിയുകയും ഒക്കെ ചെയ്തത്. വലിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഏതായാലും ചേച്ചിക്ക് നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ വീട്ടുകാരോടും അയൽവാസികളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കാലവിടുന്ന് പൊട്ടിയിട്ട് എല്ല് പൊട്ടി ബാത്റൂമിൽ പോയിട്ട് കുത്തി ആന കുത്തിയായിരുന്നോ? ഇവിടെ കാല് പൊട്ടി. ഇവിടെ വെച്ചിട്ട് കാല് പൊട്ടി. ഇനിയിപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഒരുപക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് മൂടക്കൊല്ലി കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതിന് മുന്നേ നമ്മളൊരു 2 വർഷം മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ടാറിങ് ഒന്നും ഇല്ലായിരുന്നു, വെറുതെ ഒരു ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് പ്രജീഷ് എന്ന് പറയുന്ന നമ്മുടെ മൂടക്കൊല്ലിയുള്ള ആ ഒരു സഹോദരനെ കടുവ കൊന്നു കഴിഞ്ഞപ്പോൾ ആ കടുവയെ കൂട് വെച്ച് പിടികൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ വണ്ടി ഇറങ്ങി വന്ന രംഗങ്ങളൊക്കെ നമ്മുടെ ചാനലിലെ തുടക്കകാലത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. ഇവിടുന്ന് നേരെ ഈ കോൺക്രീറ്റ് റോഡ് നേരെ ചെല്ലുന്നത് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ്. അവിടെയാണ് ഇവിടെ ഈ ഇടഭാഗം ഇത്രയും ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് കാട്ടാന കുത്തിമറിച്ചിട്ടാണെന്നാണ് എനിക്കിപ്പം ഇവിടുന്ന് ഒരാൾ പറഞ്ഞു തന്നത്. അതായത് ഇവിടെയാണ് ഇവിടുന്ന് ഉള്ളിലേക്കുള്ള പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോവാം.
ഇതാണ് കൂടല്ലൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. ഞാനിപ്പോൾ അവരുടെ വീടിൻ്റെ ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് ഈ ഒരു വഴി കൂടെയൊക്കെയാണ് ആന വന്നത്. അവരുടെ വീടിൻ്റെ മുൻവശത്ത് നിന്നാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവരോട് ഈ നാട്ടുകാരോടായിട്ടുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അവരുടെ പരിക്ക് ഇച്ചിരി ഗുരുതരമാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇവിടെയൊക്കെ ആന ചവിട്ടി ഇറങ്ങിപ്പോയ പാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഇരുത്താം, ഇരുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി എടുത്ത് കളയാം. പഴയ വീടല്ലേ ഇപ്പോൾ, പഴയ മോഡലിൽ ഇപ്പം ഇങ്ങനെ ഇത്ര ചെറിയ ചെറിയ റൂമുകളും ഉണ്ട്. ഇല്ല, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാം. മറ്റേ ഇതും നോക്കട്ടെ, നാളെ പോയി നോക്കിയിട്ട് ലിസ്റ്റിലുണ്ടാക്കിയിട്ട് ഇതൊക്കെ ആന കുത്തിപ്പൊളിച്ച കേട്ടോ. ഇന്ന് രാവിലത്തെ ആ ഒരു സംഘടനത്തിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ആനയുടെ ചവിട്ടുപാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ചേച്ചിയുടെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഈ കാണുന്ന ടോയ്ലറ്റിൽ രാവിലെ പോയതാണ്. പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് ആ പറമ്പിൽ നിന്ന് ആന പാഞ്ഞ് തിരിച്ച് കയറി വരികയായിരുന്നു. എന്നിട്ട് ആന നേരെ ഇതിൽ തന്നെ ഇങ്ങനെ നേരെ പോകുമായിരുന്നു. ഇവിടെയൊക്കെ ചവിട്ടിയ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിലിങ്ങനെ പോകുമായിരുന്നെന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് അടുത്ത് തന്നെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ആന സ്ഥിരമായിട്ട് ഈ ഒരു പ്രദേശത്തോടെ വരാറുള്ളതാണ് കേട്ടോ. നമ്മൾ പല പ്രാവശ്യം നമ്മളിതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ആനയെ ഇവിടെ തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതേ ആന തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ആര്യ. ചേച്ചിയുടെ ആരാ? എൻ്റെ ഭർത്താവിൻ്റെ വല്യമ്മ. ചേച്ചിയുടെ പേര് തങ്കമ്മ അല്ലേ? ആ, അമ്മയുടെ പേര് തങ്കമ്മ. എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. അല്ലേ? ഇന്ന് രാവിലെ എത്ര മണിയായപ്പോൾ സംഭവം നടന്നത്? രാവിലെ ഒരു 6:30 കഴിഞ്ഞു. 6:30യോട് അടുപ്പിച്ചാണ് നടക്കുന്നത്. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറയാമോ? സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ രാവിലെ ടോയ്ലറ്റിലേക്ക് വന്നതാണ്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരലും ആന മുറ്റത്തെത്തലും ഒരുമിച്ചായിരുന്നു. ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങുമ്പോഴാണ് അമ്മ ഇറങ്ങിയതും ആന മുറ്റത്തെത്തിയതും ഒരുമിച്ചായിരുന്നു. ഈ വഴിക്ക് താഴെ വന്നേ? അവിടുന്ന് കയറി വന്നതാ. ആ വഴി കൂടെ തന്നെ നേരെ വന്ന് ഇവിടെ എത്തി. പിന്നെ അമ്മേനെ മുറ്റത്തുനിന്ന് തോണ്ടിയതാ, കുത്തിയെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു. അമ്മ ചെന്ന് വീണത് അവിടെ. ഞങ്ങള് വരുമ്പോ അമ്മ അവിടെ കിടക്കുന്നത്. ആന അതെല്ലാം ഇടിച്ചു പൊളിച്ച്, അവിടെ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചവിട്ടി പൊളിച്ച് കയറി. അത് അവിടെ ഒരു കോളനി ഉണ്ട്, അതിൽ കയറി അക്കരയ്ക്ക് പോവുക ചെയ്തത്. ഞങ്ങള് ഇതെല്ലാം ആന ചവിട്ടി പൊളിച്ചിട്ടേക്കുന്നതാ. അത് ആനയുടെ ചവിട്ടുപാടാ. പിന്നെ അമ്മ ഇവിടെ അമ്മ ഇവിടെ കിടക്കുമായിരുന്നു. ഈ കുഴിയിലേക്കാണ് അമ്മേനെ എടുത്തിട്ടത്. കുത്തിയെടുത്ത് ഇവിടേക്കാണ് ഇട്ടത്. അപ്പം പിന്നെ ആന ഇങ്ങോട്ട് പോയില്ല, ആന നേരെ പോയി. ആന അതെല്ലാം ഇടിച്ചു പൊളിച്ച് നേരെ അക്കരെ പോയി. ഇതിന്റെ അകത്തേക്ക് വീണോണ്ടല്ലേ? അതെ, ഇതില് വീണത് കൊണ്ട്. പക്ഷെ എന്നാലും പറ്റി. ഞങ്ങൾ എടുക്കുമ്പോ തന്നെ അമ്മയുടെ കാലെല്ലാം ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. ഒടിഞ്ഞു തൂങ്ങിപ്പോയി. ചവിട്ട് കൊണ്ടതായിരിക്കാം. ഞങ്ങൾ എടുക്കുമ്പോ തന്നെ കാലിന്റെ താഴെ വെച്ച് ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ചൂണ്ടല അതെ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് 2 കാലിലും പൊട്ടലുണ്ട്. പിന്നെ പുറത്ത് ആന കുത്തി എറിഞ്ഞത് മുറിവുണ്ട്. പിന്നെ ഇപ്പൊ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയുടെ 3 വാരിയല് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്റേണൽ ഇഞ്ചുറി ഓർഗൻസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കൂടുതൽ ടെസ്റ്റുകൾ വേണം. ലങ്സിൽ എയർ കയറിയിട്ടുണ്ട്, അതൊക്കെ വലിച്ചെടുക്കണം. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ആന ഉള്ള പ്രദേശം വളരെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഞങ്ങൾ ഈ മൂടക്കൊല്ലി മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശവാസികള് വന്യമൃഗങ്ങളെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത്. എല്ലാ ദിവസവും ഈ ആന വരുന്നുണ്ടല്ലേ? ഇത്ര നാളും നമ്മളെ ഈ കൂടല്ലൂർക്ക് ഇന്നാണ് ഇപ്പൊ ഈ ആന എത്തുന്നത് കേട്ടോ. ഇല്ലേലും ഉണ്ട്. പക്ഷെ മൂടക്കൊല്ലി ഭാഗത്തായിരുന്നു 6 മണി 6:30 ഇഷ്ടം പോലെ ദിവസം ആന വന്ന് വളരെ ശല്യമാണ്. ഞങ്ങൾ ഈ പ്രദേശവാസികൾ വളരെ ഭയത്തോടു കൂടി തന്നെ കിടക്കുന്നത്. ഒരു സമയം കണ്ടോ? ഇന്ന് രാവിലെ നേരിട്ട് ആനയാന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല, ഹസ്ബൻഡ് കണ്ടു. അപ്പം
വലിയ പേടി തന്നെയല്ലേ ഇവിടെ? വലിയ പേടി തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഈ അടുത്ത് ഈ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഫെൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല? ഫെൻസിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഫെൻസിങ് അവര് രാത്രി ചാർജ് ചെയ്യും, രാവിലെ ഓഫാക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആന എന്നാലും കിടക്കുന്നുണ്ട്. ആന ഇറങ്ങുന്നുണ്ട്. ഇത് സ്ഥിരം ആന ഇങ്ങനെ പോവാറുണ്ട്? ഒരിക്കലും അല്ല, ഈ പറമ്പിലേക്ക് ആദ്യമായിട്ടാണ് ആന കയറുന്നത്. നമ്മുടെ ചുറ്റും പുറം മേലെ വഴി കൂടെ അതിലെ വയലുകളിൽ കൂടെ ഒക്കെ ആന വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ പറമ്പിലേക്ക് ആന വരുന്നത് ആദ്യമായിട്ടല്ലേ? ഇപ്പൊ എന്താ സാഹചര്യം? എന്താ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറഞ്ഞേ? ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണുള്ളേ? കോഴിക്കോട് മിംസിലല്ലേ. അത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചികിത്സയൊക്കെ ഫോറസ്റ്റുകാർ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അറിവ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശിവാനന്ദൻ. അയലോക്കം അല്ലേ? അയൽപക്കം. ഇത് എത്ര മണിയായപ്പോഴാണ് സംഭവം? ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. 6:45 ഒക്കെ ഉണ്ട്. ഇത് എല്ലാ ദിവസവും ആന വരുന്നുണ്ടോ? സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ഹാങ് ഫെൻസിങ് കിട്ടുന്നുണ്ട്, തകർത്തോണ്ട് എന്നും കയറുന്നത്. എന്ത് ഫെൻസിങ്ങാ? ഹാങ് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ. കറണ്ട്. എന്നിട്ടും ആന സ്ഥിരമായിട്ട് ഈ ഒരു ആന തന്നെയല്ല സ്ഥിരമായിട്ട് ഇങ്ങോട്ട് ഇവിടെ ഈ വശത്ത് ഈ ആന തന്നെ സ്ഥിരമായിട്ട് കയറുന്ന, സ്ഥിരമായിട്ട് മുടക്കൊല്ലി, കൂടല്ലൂര് സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്. ഒരു കൊമ്പിന് ഇച്ചിരി നീട്ടം നീട്ടം പറഞ്ഞിട്ട് അത് തന്നെ ഒന്നരക്കൊമ്പെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഭയങ്കര ഇപ്പൊ ഒരു അക്രമാസക്തമായിട്ടുണ്ട്. അത് തന്നെ 2 ആഴ്ച മുന്നേ വന്ന ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ അന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് മിക്കവാറും അധികം ആളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത്. അത് തന്നെ അതിപ്പോൾ അത്രയും നേരം വെളുത്തിട്ട് പോകണമെങ്കിൽ അവിടെ മറ്റേ ആൾക്കാരൊന്നും പിന്നെ അവരെ പോർച്ചുകാരും കൂടി ചെറിയ അനാസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ ആന ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫാക്കാതിരുന്നിട്ട് ആന ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഫെൻസിങ് മറ്റേ കറണ്ട് കിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക്. ഇപ്പുറം ക്രോസ് ചെയ്ത് തന്നിട്ട് കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്ന ആന തിരിച്ച് റിട്ടേൺ വന്ന അവിടുന്ന് ഒരു താഴെ ഒരു പിന്നെ ക്വാർട്ടേഴ്സിന്റെ അവിടെ നിന്ന് ആന റിട്ടേൺ വരുന്ന വഴി. അത് രാവിലെ 6:30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബസ്സിന് കയറുന്നവര്, പാൽ കൊടുക്കാൻ പോകുന്നവര്, കടയിലേക്ക് പോകുന്നവര്, പണിക്ക് പോകുന്നവര്, ഇങ്ങനെ എല്ലാവരും ഈ സമയത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പം മുറ്റത്ത് അവിടുന്ന് സംഭവിക്കുന്ന പഴയ വഴിക്കുന്ന റോഡിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്, പല സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് രാവിലെ നിങ്ങൾ ഇത് എങ്ങനെ ഒച്ച കേട്ടാ? ഒച്ച കേട്ട അവിടുന്ന് ആന ഒരു ചീറിന് ഒരു ചിഹ്നം വിളിച്ച് ഇതാക്കുമ്പോ എല്ലാവരും ഓടി ചെന്നതാ. അപ്പൊ അങ്ങ് തട്ടിയിട്ടത്. പിന്നെ ചെന്നപ്പോ എന്താവസ്ഥയിലായിരുന്നു ചേച്ചി? ചെന്ന് തട്ടിയാ ഇതിലേക്ക് ഇട്ട് പിന്നെ എല്ലാം വാരി എടുത്ത് ആന അന്നേരം തന്നെ പോയി തട്ടി എറിഞ്ഞതാണ് വീട്ടിൽ. പിന്നെ കൂടുതൽ ആക്രമിച്ചെന്ന സാധാരണ ഇതൊക്കെയാണ് ചവിട്ടി കൂട്ടി. എനിക്കൊരു അവനോ പണ്ട് ഇവിടുന്ന് ഒരു രജീഷ് എന്ന് പറഞ്ഞൊരു അവനെ ആനൊക്കെ അന്നും ഞാനൊക്കെയായിരുന്നു ഫസ്റ്റിൽ അവിടെ ചെന്നത്. അതുപോലെയാണ് ഇതിപ്പോ മറ്റേ എന്താ സംഭവിക്കാനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ മുറ്റത്തായതുകൊണ്ട് ചവിട്ടി കണ്ടമാനം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സാധാരണ ചവിട്ടി കൂട്ടുന്നതാണ്. നല്ല പരിക്കുണ്ട്. കാല് വട്ടം ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ആയതുകൊണ്ട് ഒച്ചമ്പകളായതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോയതാ അത്. വീട്ടിലപ്പോ ആരൊക്കെയാ ഉണ്ടായിരുന്നേ? അവരുടെ വീട്ടില് അവൻ അമ്മമ്മയുടെ മകന്റെ മകനാണ് മനീഷ് എന്ന് പറഞ്ഞത്. ഒരു ഭാര്യ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരുണ്ട്, എല്ലാവരും ഉണ്ട് അവര്. പിന്നെ മരിച്ചുപോയ മണി എന്ന് പറഞ്ഞ ഭാര്യ രാധ. നിങ്ങളൊക്കെ കൂടിയാ പെട്ടെന്ന് വണ്ടി? പറ്റിയില്ല. അനിയൻ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, അനിയൻ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലെ ബൈജു അവരൊക്കെ അവരെ വണ്ടിയിലാണ് കൊണ്ടുപോയത്. ബോധം ഉണ്ടായിരുന്ന സമയത്ത്? ഉണ്ട്, ബോധം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇതുണ്ടാവുമല്ലോ, അത്രയും പ്രായമായിട്ടുണ്ടല്ലോ. പ്രായമുണ്ടല്ലോ അതിന് 80 വയസ്സിന് മേലെ. 80 വയസ്സ് പ്രായമുള്ളവര്. അതാണ്. ഇപ്പം എന്താണ് ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? ഇതിപ്പോൾ അവർ പറഞ്ഞ ഞങ്ങളതിനെ നോക്കിപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ കുഞ്ഞുവെന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞു അത് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നെ ഓർക്കടു ചെല്ലും, അല്ലെങ്കിൽ ചേനക്കൊല്ലി ചെല്ലും ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന പറഞ്ഞു. അതിന്റെ പുറകെ തന്നെ ഞങ്ങളുണ്ട്. അതിപ്പോൾ ഉപദ്രവകാരി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കാട്ടി ചെന്നതിന് അവർക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാർക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫോറസ്റ്റിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആന അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവർ തന്നെ പറയുന്നത് അക്രമകാരിയാണെന്നുള്ള അവർ തന്നെ പറഞ്ഞു. ഫോറസ്റ്റിൽ ഇനി ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ആളെ ഓടിച്ചിട്ട് ആക്രമിക്കും. ആ സ്ഥിതിയിലാണ് ആന. അപ്പോൾ അങ്ങനെയുള്ള ആനേനെ അവർ തന്നെയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. ആന സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആന ഇതിപ്പോൾ നമ്മൾ അന്ന് ഇതിനോട് പറഞ്ഞു, ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളോടും ഫോറസ്റ്റിനോടും പറഞ്ഞത് ഇവിടെ കന്മതിൽ മതി നമുക്ക്. അത് കൂട്ടാക്കാതെയാണ് അവർ മറ്റേ ഈ ഹാങ് ഫെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം 40 ലക്ഷം ഒക്കെ മുടക്കി ഇടുന്നത്. അതൊരു ശാശ്വതമല്ല അത്. കാരണം അല്ലെങ്കിൽ അതൊരു കിലോമീറ്റർ ദൂരത്തിലേക്കെങ്കിലും മരം തള്ളി ഇടാതെയുള്ള രീതിയിലേക്ക് ചെയ്യണം, മുറിച്ച് കളയണം. ഇതിപ്പോൾ അങ്ങനെയല്ല. മറ്റുള്ള ഇവിടെ എന്ന് വെച്ചാൽ മരം തൊട്ടടുത്ത മരം വരെ അവർ മുറിച്ച് മാറ്റാതെ ഇട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ കൊണ്ടാണത്. ചികിത്സാ ചെലവ് മാത്രം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു പറയാം. ചികിത്സാ ചെലവ് മാത്രം അവർ ഒന്നാമത് കൂലിപ്പണി എടുത്തിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. അവർ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടു. അപ്പോൾ അവർ കൂലിപ്പണി എടുക്കും. ഞാൻ അമ്മമ്മേനെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്തിൽ അവർ ചികിത്സാ ചെലവ് മാത്രം കൊടുത്തിട്ട് ആ കുടുംബം എങ്ങനെ ജീവിക്കും? അപ്പോൾ മതിയായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് പിന്നെ വനംവകുപ്പിന്റെ പോയി കൊടുത്തേ പറ്റുള്ളൂ. അതാണ് നാട്ടുകാരെന്ന് പറയുന്നതിൽ പറയാനുള്ളത്. ഈ പ്രായത്തിലൊക്കെ കാല് വട്ട ഒഴിയാന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ആ അവസ്ഥയിലാണ് ശരിക്ക് അവർക്ക് മതിയായ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂലിപ്പണിയും പിന്നെ ആ വീടിൻ്റെ അവസരം നമുക്ക് കണ്ടറിയാം. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ മറ്റേ നഷ്ടപരിഹാരം കൊടുത്ത് അവർ പിന്നെ പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നു. ഇതിനു മുന്നേ ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പരമാവധി ആളെ ഓടി പിന്നെ ഇതാക്കിയിട്ടുണ്ടോ, പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അങ്ങനത്തെ അനുഭവങ്ങൾ പറയണ്ടല്ലോ. കുറേ പേരുണ്ട്. ഒന്ന് രാത്രി ഒന്നും പോകാൻ ഇപ്പം മറ്റേ ഒരു ആശുപത്രി ഹോസ്പിറ്റൽ കേസ് കേട്ടാൻ ഇപ്പം ഇന്ന് ആ സമയത്തെല്ലാം സംഭവിച്ചത്. രാവിലെ ഫസ്റ്റ് ബസ് ഇവിടുന്ന് 7 മണിക്കാണ്. ആ ബസ്സിന് കയറുന്ന സമയത്ത് എല്ലാവരും പണിക്ക് പോകുന്നവർക്ക് ആ ബസ്സിനാണ് പോകുന്നത്. ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ പാല് കൊണ്ടു കൊടുക്കുന്നത്, കട തുറക്കാൻ വിട്ട് വരുന്നവർ ക്ഷീരമേഖലയും കൂടിയാണ്. അന്ന് ക്ഷീരമേഖല കടുവ പിടിച്ച ഒരു യുവാവിന് മനസ്സിലായി. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു 600 മീറ്റർ. 600 മീറ്റർ. അതെല്ലാം കൂടുതലൂർ തന്നെയല്ലേ? എല്ലാവരും കൂടുതലൂർ തന്നെ. എല്ലാം ഒരു യുവാവിന് ആദ്യം ആന വന്ന് അതും കൂടുതൽ പ്രജീഷ് കട പിടിച്ചത് 2 വർഷമായി. 2 വർഷമായി. അതിന് മുമ്പേ ഒരു യുവാവിനെ മറ്റേത് വന്നു, രജീഷ് എന്ന് പറഞ്ഞ ഒരു 2014 ആന ആക്രമണത്തിൽ മരിച്ചത്. മറ്റു വന്യജീവികൾ വേറെ സ്ഥിരമായിട്ട് കടുവയായിട്ടും മാനായിട്ടും കടുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയാണ്. വനത്തിലേക്ക് ആരും കയറുന്നില്ല, പക്ഷെ പുല്ലിപ്പല്ലി ഇപ്പൊ ആ ഒരു വീട്ടിലെ പട്ടീനെ നാൾ കൊണ്ടേന്ന് പറഞ്ഞു, കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുല്ലിപ്പല്ലി തന്നെ ആയിക്കത്. കടുവയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അത് കാട്ടിക്കഴിഞ്ഞു. ഇപ്പൊ പിന്നെ വനത്തിലാരും കയറുന്നില്ല. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നതിയിലുള്ള ആൾക്കാരൊക്കെ വിറകെടുക്കാനൊക്കെ പോകുന്നത് അവര് തന്നെ പോകുന്നില്ല. ഇപ്പൊ ഉന്നതിയിലേക്ക്, കാട്ടിലേക്ക്, ഫോറസ്റ്റിലേക്ക് ഒരവസ്ഥയായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇതാണ് നമ്മൾ ഇന്ന് അവിടെ ആ ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. വീടിൻ്റെ മുൻവശത്ത് അവരുടെ ബാത്റൂമിലേക്ക് പോയി തിരിച്ച് ഇറങ്ങുന്ന ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത്. എന്ത് സുരക്ഷിതമാണ് ഈ നാട്ടിലുള്ള ആളുകൾക്കുള്ളത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിക്കൂടെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത് കേട്ടോ. ആ ഒരു ചേച്ചിക്കാണേലും ഇനിയിപ്പോൾ ഇത്രയും പ്രായമായിട്ട് കാലൊക്കെ വട്ടം ഒടിഞ്ഞ് ഇത്രയും പരിക്കൊക്കെ പറ്റി ഇനി തിരിച്ചു വന്നാലും വലിയ ബുദ്ധിമുട്ടിക്കൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. അവരൊക്കെ ഇപ്പോഴും പറമ്പിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് ചികിത്സാ ചെലവ് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എന്നിരുന്നാലും അതൊന്നും പോരാ. കാരണം അതൊരു ഇനിയുള്ള ശിഷ്ടകാലം അതൊരു വലിയ ഡിസബിലിറ്റി തന്നെയായിരിക്കും. അവർക്ക് ഇനി ഉള്ള കാലം ജീവിക്കാനുള്ള തുക തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് കേട്ടോ. ഏതായാലും വളരെ ഭീകരാവസ്ഥയിൽ തന്നെയാണ്. ഈ ഒരു ആന കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മൾ ആ CCTV വിഷ്വൽ കണ്ടതാണ്. ആന സ്ഥിരമായിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന അതേ 1.5 കൊമ്പൻ എന്ന് വിളിക്കുന്ന ആ ആന തന്നെയാണ് ഈ ഒരു ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടിക്കണം എന്ന് തന്നെയാണ് ആളുകളുടെയൊക്കെ ഒരു ആവശ്യം. ഏതായാലും കോഴിക്കോട് മിംസിൽ ചികിത്സയിലുള്ള തങ്കമ്മ എന്ന് പറയുന്ന ആ ചേച്ചി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയ ദുരിതത്തിൽ കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.